നമസ്കാരം. വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതില്ലെന്നും ക്യാമ്പസിനുള്ളിലെ രാഷ്ട്രീയ കളി അവസാനിപ്പിച്ചാൽ മതിയെന്നും കേരള ഹൈക്കോടതി. മതത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ മതം നിരോധിക്കാറില്ലല്ലോ എന്നും കോടതി ചോദിച്ചു. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ജനാധിപത്യപരമായ രീതിയിൽ ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താം. ക്യാമ്പസിനുള്ളിലെ ആക്രമണങ്ങൾ തടയാനുള്ള നടപടികൾ എടുക്കുന്നതിന് പകരം രാഷ്ട്രീയം തന്നെ നിരോധിക്കുക എന്ന നിലപാടിലേക്ക് പോകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജനുവരി 23-ന് ഹൈക്കോടതി വീണ്ടും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിക്കും. എൻ പ്രകാശ് എന്നയാളാണ് ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജി നൽകിയത്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിന്റെ മറവിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹർജി. SFI നേതാക്കളുടെ റാഗിങ്ങും കൂട്ടവിചാരണയും ഇടിമുറിയും അടക്കം വൻ ചർച്ചയായിരുന്നു. വിഷയത്തിൽ സുപ്രധാന നിരീക്ഷണം നടത്തിയ ഡിവിഷൻ ബെഞ്ച് ജനുവരി 23-ന് വീണ്ടും ഹർജി പരിഗണിക്കും. രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്നും രാഷ്ട്രീയ കളികളാണ് നിരോധിക്കേണ്ടതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്ന പൊതു താൽപര്യ ഹർജികൾ പരിശോധിക്കവെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, P. കൃഷ്ണകുമാർ എന്നിവരാണ് ഹർജി പരിഗണിച്ചത്. പൊതു താൽപര്യ ഹർജിയിലെ തുടർവാദം ജനുവരി 20-ലേക്ക് മാറ്റിയിട്ടുണ്ട്. മതത്തിന്റെ പേരിൽ പ്രവൃത്തികൾ നടക്കുമ്പോൾ മതം നിരോധിക്കാറില്ലല്ലോ എന്നും രാഷ്ട്രത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രീയം നിരോധിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ കോടതി പൊളിറ്റിക്സ് അല്ല പൊളിട്രിക്സ് ആണ് നിരോധിക്കേണ്ടതെന്നും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ജനുവരിയിൽ മഹാരാജാസ് കോളേജിൽ നടന്ന SFI KSU സംഘർഷങ്ങളുടെ പശ്ചാത്തലം സൂചിപ്പിച്ചുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. വിദ്യാർത്ഥി സംഘടനകൾക്ക് അടിയന്തര നോട്ടീസ് അയക്കാനും ഉത്തരവായി. വിദ്യാർത്ഥി സംഘടനകളുടെ നിയമലംഘന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനാവില്ലെങ്കിൽ അവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് N. പ്രകാശ് എന്നയാളാണ് ഹർജി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ കോടതി ഉത്തരവുകൾ നടപ്പാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കാൻ 2004-ൽ കോടതി ഉത്തരവിട്ടിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു. ക്യാമ്പസിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും സർക്കാർ അടക്കം പരാജയപ്പെട്ടതിനാലാണ് എറണാകുളം മഹാരാജാസ് അടക്കം കോളേജുകളിൽ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി എല്ലാ കോളേജുകളിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തടയണമെന്ന ആവശ്യകതയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ക്യാമ്പസുകളിൽ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുകയും സമൂഹത്തെ ആകെ ബാധിക്കുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യുമെന്ന് ഹർജിയിൽ പറയുന്നു. ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ സർവകലാശാലകളും പരാജയപ്പെട്ടതിനാലാണ് ക്യാമ്പസുകളിൽ അച്ചടക്ക രാഹിത്യം നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിലടക്കം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കാനും മഹാരാജാസ് കോളേജിൽ ഉണ്ടായതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഉത്തരവിടണമെന്നാണ് ഹർജിയിലെ ആവശ്യം.